ഈ ഒരു ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പാണ് ഇത്. ഇതിനകത്തുള്ള ഈ ഒരു ആനിമേഷൻ ചെയ്യാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അതിനിത് ഫ്ലട്ടർ വെച്ച് മാത്രമല്ല ഈ ഉണ്ടാക്കിയേക്കണം, ബ്ലെൻഡർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയേക്കണം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എന്താണെന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ ഈ ലൈറ്റിലുള്ള ESP32 പ്രോഗ്രാമിങ് എങ്ങനെയാണ് ചെയ്തത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിലുണ്ടായത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ഫ്ലട്ടർ ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും വെറുതെ ജസ്റ്റ് കളർ പാലറ്റ് സെലക്ട് ചെയ്യുക, സെൻഡ് ചെയ്യുക, അതേപോലത്തെ കുറേ ആപ്സുകളുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും കൂടെ വെറൈറ്റി ആയിട്ട് ഇത്രയും കൂടെ UI ഒക്കെ ഇത്രയും കൂടെ അടിപൊളിയാക്കണമെന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ആപ്പ്. സോ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു 3D മോഡൽ ഉണ്ടാക്കിയിട്ട് അത് ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ട് നമ്മൾ ലൈറ്റൊക്കെ കളർ മാറ്റണനുസരിച്ച് ആ 3D മോഡലിൻ്റെ ലൈറ്റും കളറൊക്കെ മാറും. അപ്പോൾ ഇതും ആ ഒരു 3D മോഡൽ ഏകദേശം ഒരേപോലെ അതേപോലത്തെ ഒരു കോൺസെപ്റ്റാണ് ഉള്ളത് മൈൻഡിൽ. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്നും അറിയാൻ പാടില്ല, അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നും ഇതുവരെ വലിയൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യണം, ഇതിൻ്റെ 3D മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവും. സോ വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. അപ്പോൾ ChatGPT-നോട് ചോദിച്ചപ്പോൾ ഇതെല്ലാം വർക്കാവും, ഒക്കെ സെറ്റാക്കാൻ പറ്റുമെന്നാണ് പറയണത്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറ്റേ ബ്ലൂടൂത്ത് വെച്ചിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ സെറ്റാക്കാൻ നോക്കിയത്, ബട്ട് അത് വർക്കായില്ല. അപ്പം ഇതും എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ChatGPT തന്നതു ഫുള്ള് 100% കറക്റ്റ് ആവണമെന്നില്ല, ബട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ 3D മോഡൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് അനലൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ 3Dയിൽ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയൊക്കെയാന്ന് നോക്കണം. പിന്നെ ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ LEDs തന്നെയാണ്. കാരണം ഇത് ഡിസൈൻ ചെയ്യണമെങ്കിൽ കുറേ എലമെൻ്റ് ഉണ്ട് ഇതിൻ്റെ LEDസിൽ തന്നെ. അപ്പോൾ അത് ഇത്തിരിയും കൂടെ സിംപ്ലിഫൈ ആക്കാനായിട്ട് ഇതിൽ ഡിഫ്യൂസർ ഉണ്ട്. അപ്പോൾ ഈ ഡിഫ്യൂസർ ഇതാക്കി കഴിഞ്ഞാൽ LEDs ഒന്നും കാണൂല. അപ്പോൾ ഉള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LED ഡിസൈൻ ചെയ്യേണ്ടി വരില്ല, കാരണം അത് കാണൂലല്ലോ. സോ അപ്പോൾ അത്രയും വർക്ക് അവിടെ നിന്ന് ഒഴിവാക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് സ്ട്രക്ചറാണ്. അതായത് ഇതൊരു ടോപ്പ് പ്ലേറ്റ് ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ ടോപ്പ് പ്ലേറ്റ് സെപ്പറേറ്റ് ആക്കണം, ഈ ഒരു ബോഡി സെപ്പറേറ്റ് ആക്കണം, പിന്നെ ഈ ഡിഫ്യൂഷൻ ലെയറും സെപ്പറേറ്റ് ആക്കണം. ഇതിപ്പോൾ ഇതേപോലെ സെപ്പറേറ്റ് ആക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഡിഫ്യൂഷനിൽ നമുക്ക് ഈ ആപ്പിൽ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ ആ 3Dയിൽ കളർ ചേഞ്ച് ചെയ്യിക്കാനായിട്ട് പറ്റിയൊരു സംഭവമാണ് ഈ ഡിഫ്യൂസറിൻ്റെ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോയെന്ന് ഇതുവരെ ഐഡിയ ഇല്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ 3D മോഡലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ ഇനി അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം വർക്കാവോ ഇല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന പാക്കേജൊക്കെ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 3D മോഡൽ കാണിക്കും, അത് നമുക്ക് വേണ്ട കാര്യം തന്നെയാണ്, അത് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് ഈ UI ഇത്തിരിയും കൂടെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇത്തിരിയും കൂടെ അടിപൊളിയാക്കാനുള്ളതാണ് ഇതിൻ്റെ ഈ ഡിഫ്യൂഷൻ്റെ കളർ മാറ്റാന്നുള്ളത്. ബട്ട് അതിൻ്റെ കളറ് മാറണില്ല. ഇതിപ്പോൾ ഇതേക്കുമ്പോൾ ഓറഞ്ച് ആവണം, ഇതേക്കുമ്പോൾ റെഡ് ആവണം, ബട്ട് ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവണല്ലോ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ആ സംഭവം ChatGPT നോക്കി, പിന്നെ മറ്റേ ജെമിനൈ നോക്കി, അങ്ങനെ പല AI ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നോക്കി. അതിലുള്ള കോഡും അതിൽ പറഞ്ഞേക്കണ പോലെ ചെയ്തിട്ടും ഇതിൻ്റെ കളറ് മാറുന്നില്ല. ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ChatGPT ഒക്കെ വന്നതിന് മുമ്പ് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച പോലെ ഇനി പോയി കണ്ടുപിടിക്കണം. യൂട്യൂബ് അല്ലെങ്കിൽ നേരെ ഗൂഗിളിൽ പോവുക, സെർച്ച് ചെയ്യുക, ഡോക്യുമെൻറ്റേഷൻ വായിക്കിയതിൻ്റെ. അപ്പോൾ പിന്നെ അതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ 3D മോഡൽ കാണിക്കാനായിട്ട് യൂസ് ചെയ്തേക്കണ പാക്കേജാണ് O3D എന്നുള്ളത്. അപ്പോൾ ഈ പാക്കേജ് യൂസ് ചെയ്താണ് ഇതിനകത്തുള്ള ഈ 3D മോഡലെല്ലാം കാണിക്കുന്ന സംഭവമെല്ലാം സെറ്റ് ചെയ്ത്. അങ്ങനെ കുറച്ച് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ഇതിനകത്ത് തന്നെ ഇപ്പോൾ എൻവയോൺമെൻറ്റ് ലൈറ്റിങ്ങിനെ കുറച്ച് ടോൺ മാപ്പിംഗ്, റെൻഡർ എക്സ്പോഷർ, ഷാഡോ,
ഇപ്പോൾ വേറെ കുറേ മെറ്റീരിയൽ ആൻഡ് സീൻ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് വേറെ കുറേ സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതിനകത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ ചേഞ്ച് കളറാണ്. ഇതിനകത്ത് നമുക്ക് ഈ കളറ് ചേഞ്ച് ചെയ്യാം. സോ അപ്പോൾ അതിൻ്റെ കോഡ് ഇവിടെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇതാണ് ഈ കളർ ചേഞ്ച് ചെയ്യാനുള്ള കോഡ്. അപ്പോൾ ആ സംഭവം ഞാൻ ChatGPT അടുത്ത് കൊടുത്തിട്ട് ഇത് ഫ്ലട്ടറിൽ വർക്കാക്കണ രീതിയിലാക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കോഡ് കിട്ടിയത്. ഈ സംഭവം ഇതേപോലെ കൊടുത്താലാണ് നമ്മുടെ മോഡലിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ ബ്ലെൻഡറിൽ നമ്മൾ മെറ്റീരിയലിന് ഒരു പേര് കൊടുക്കുമല്ലോ. ഇപ്പോൾ ഞാനതിൽ LED എന്നാണ് കൊടുത്തേക്കണം, കണ്ടോ. അപ്പോൾ ആ ഈ LED മാച്ച്, അതായത് ഈ ഇതിനകത്ത് നെയിമും ഈ മെറ്റീരിയൽ ലൂപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ LED എന്നുള്ള വേരിയബിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് കളർ ചേഞ്ച് ചെയ്യും. ഈ സംഭവമാണ് വേണ്ടത്. ഇപ്പോൾ ChatGPT തന്നത് തെറ്റായിരുന്നു, അതുകൊണ്ട് ഇതിൽ വർക്കാവില്ല, കളറൊന്നും ചേഞ്ച് ആവില്ല. ഇതേ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നെക്കിക്കഴിഞ്ഞാൽ കളറൊന്നും ചേഞ്ച് ആവില്ല. ഇതേപോലത്തെ ഒരു സംഭവമായിരുന്നു. ഈ ഒരു മെത്തേഡ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മോഡലിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആദ്യം ഇതിൽ റെഡാണ്, പിന്നെ ഇത് കണക്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതേപോലത്തെ വൈറ്റ് കളർ വരും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാം. ഉണ്ടോ, റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം. അത് ലൈവ് ഇത് ഇവിടെ മാറുകയും ചെയ്യും. ഇതിപ്പോൾ റെഡ്, ഇതിപ്പോൾ എനിക്ക് ഗ്രീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രീനായി. ChatGPT ഈസ് നോട്ട് ഓൾവേസ് ദ ആൻസർ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഡോക്യുമെൻറ്റേഷനും കയറി നോക്കാം. ബട്ട് ഇപ്പോൾ ഉള്ള വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ സ്ലൈഡറാണ്. ഇത്രയും കൂടെ അടിപൊളി വിഷ്വൽസ് കിട്ടാനായിട്ട് ക്യാമറ സ്ലൈഡറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ വന്നൊരു ലിമിറ്റേഷനാണ് ESP32 ആകെ 2 ഉണ്ടായുള്ളൂ. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ ലൈറ്റിൽ വെച്ചത്. അപ്പോൾ ഈ ലൈറ്റിൽ നിന്ന് ആ ESP ഊരിയെടുത്തിട്ട് മറ്റേതിൽ വെച്ചിട്ടുണ്ട് ടെസ്റ്റിംഗ് പർപ്പസ്. പിന്നെ ഈ LED ലിമിറ്റേഷനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LED വലിയ പവറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വെട്ടമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ് കാണില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ റിസോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേറെ LED മേടിക്കണം. അപ്പോൾ എന്നാലാണ് ഈ സംഭവം സെറ്റ് ആവുള്ളൂ. അതുവരെ ഇതിൻ്റെ ESP ഉള്ളത് മറ്റേ സ്ലൈഡറിലായിരിക്കും. അപ്പോൾ വേറൊരു ESP ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെത്തുമ്പോഴേക്കും ഇതും സെറ്റാക്കാം, അതും സെറ്റാക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ അപ്ഡേറ്റ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ അപ്ഡേറ്റ് ആയിട്ട് വരാം.